പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രസിദ്ധവും ചിരപുരാതനവുമായ ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ചരിത്രവും ഐതിഹ്യവും ഒരുപോലെ ഇടകലർന്നു കിടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശ്രീകൃഷ്ണ സങ്കല്പത്തിന് പ്രാധാന്യമേറിയതും വലം കൈയിൽ ചമ്മട്ടിയും ഇടം കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പാർത്ഥസാരഥി സങ്കല്പത്തിലുള്ള ഭഗവത് സ്വരൂപമാണ് ഇവിടെ കുടികൊള്ളുന്നത്. രഥത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ക്ഷേത്രം ചെമ്പോല കൊണ്ട് പൊതിഞ്ഞ് അതിനുള്ളിൽ പാർത്ഥസാരഥി നിൽക്കുന്ന രീതിയിലാണ് ഭഗവത് പ്രതിഷ്ഠ. കിഴക്ക് ദർശനമായിട്ടാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി എന്നിവരും ഈ സന്നിധിയിൽ വാണരുളുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ മീനമാസത്തിലാണ് ഉത്സവം നടക്കുന്നത്. പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. ഒരിക്കൽ ടിപ്പു സുൽത്താൻ ക്ഷേത്രം ആക്രമിക്കുമോ എന്ന ഭയത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം അമ്പലപ്പുഴയിൽ കൊണ്ടുവരികയും ചെമ്പകശ്ശേരി രാജാവിന്റെ കൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ ഒരു തിടപ്പള്ളിയും കിണറും ശ്രീകോവിലും പണികഴിപ്പിച്ച് ഭഗവാനെ അവിടെ കുടിയിരുത്തുകയും ചെയ്തു. ഇന്നും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇവയെല്ലാം അതേപോലെ തന്നെ സൂക്ഷിച്ചു പോരുന്നു. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണുവാനും തിരുമുമ്പിൽ സങ്കടങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും ദിവസം തോറും ഭക്തജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ മധുരം നുണയുവാനും കൊതിക്കുന്നു ഭക്തരെല്ലാം. നമസ്കാരം. ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളിൽ മഹത്തരമാണ് രാമായണം. വാൽമീകി മഹർഷി രചിച്ച ആദ്യകാവ്യത്തിൻ്റെ അറിവുകൾ പങ്കുവയ്ക്കുന്ന പിബരേ രാമരസം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജയ് സീതാറാം. പിബരേ രാമരസം ഭാവയാമി രഘുരാമം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിബരേ രാമരസം എന്ന നമ്മുടെ പരിപാടിയിലൂടെ രാമായണ സംബന്ധിയായ പ്രഭാഷണങ്ങളും രാമായണ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള പഠനവും രാമായണ കഥയിലെ സന്ദർഭങ്ങളും രാമായണ പാരായണവും ഒക്കെയായി പുണ്യം തേടിയുള്ള പുണ്യമാസത്തിലെ നമ്മുടെ യാത്ര അഭംഗുരം തുടരുകയാണ്. രാമായണം പാരായണം ചെയ്യുന്ന കേൾക്കുന്നതും പുണ്യമാണ് എന്നാണല്ലോ സങ്കല്പം. പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി മർദ്ദനം പശ്ചാത്കൃത്വാ രാവണ കുംഭകർണ നിധനം ഏകദ്ധി രാമായണ സമ്പൂർണ്ണ രാമായണം എന്ന ഒരു ഏകശ്ലോകി രാമായണമുണ്ട്. ഇത് ദിവസേന വായിക്കുകയും അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്താൽ തന്നെ രാമായണം വായിക്കുന്ന പോലുള്ള പുണ്യം ലഭിക്കും എന്നാണ് സങ്കല്പം. രാമായണം മഹാഭാരതത്തിനും ഭാരതീയ ജീവിത സങ്കല്പത്തിലും ജീവിതചര്യയിലുമുള്ള പ്രസക്തി അല്ലെങ്കിൽ വിശ്വാസം അതിനെക്കുറിച്ച് നമുക്ക് അധികം പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ രാമൻ എന്ന കഥാപാത്രം ഒരു മനുഷ്യന്റെ ജീവിതചര്യയിലെ ജീവിതചക്രത്തിലെ ശൈശവം തൊട്ട് വാർദ്ധക്യം വരെയുള്ള പല ഘട്ടങ്ങളില് എന്തെല്ലാം തരത്തിലുള്ള അനുഭവങ്ങള്, അനുഭൂതികള്, സംഘർഷങ്ങള്, കഷ്ടപ്പാടുകള്, സന്തോഷങ്ങള് എന്നിവയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നും അത്തരം സന്ദർഭങ്ങളിൽ അതെല്ലാം ഏത് രീതിയിൽ തരണം ചെയ്യാൻ കഴിയുമെന്നും മനസ്സിലാക്കുന്നതിന് രാമായണ പഠനം തീർച്ചയായും സഹായിക്കും. രാമന്റെ കഥ മനുഷ്യന്റെ കഥയാണ്. പല റോളുകളും ഉണ്ടാവും നമുക്ക്. അച്ഛൻ, മകൻ, ഇന്നത്തെ ജീവിത രീതിയാണെങ്കിൽ ഉദ്യോഗസ്ഥൻ, ഉയർന്ന ഉദ്യോഗസ്ഥൻ, ഭരണാധികാരി,
ഭരിക്കപ്പെടുന്നവൻ. അങ്ങനെ ഏത് രീതിയിലായാലും നമുക്ക് നമ്മുടേതായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ടാവും. ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സംഘർഷങ്ങളും വൈഷമ്യങ്ങളും നേരിടേണ്ടി വരും. സന്തോഷങ്ങളുള്ള നിമിഷങ്ങളുണ്ടാവും, ദുഃഖത്തിനുള്ള കാരണങ്ങളുണ്ടാവും. പക്ഷെ ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ബൃഹത് ഗ്രന്ഥമാണ് രാമായണം. അതിൽ ഓരോ കഥാപാത്രങ്ങളും നമ്മളോട് സംസാരിക്കുമ്പോൾ ജീവിതഗന്ധിയായ അനുഭവങ്ങൾ നമുക്കും താതാത്മ്യമുള്ള അനുഭവങ്ങൾ നമുക്കും ഉണ്ടായെന്ന് വരാം. അതുകൊണ്ടാണ് രാമായണം വായിക്കുന്നത് പുണ്യമാണ് എന്ന് പറയുന്നത്. രാമായണം വായിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിന് സമാധാനവും മനസ്സ് നൈർമല്യവുമായി വളരെ നിർമ്മലമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ സാധാരണയായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രഭാഷണങ്ങളിൽ നിന്നെല്ലാം കേൾക്കുകയുണ്ടായിട്ടുണ്ട്. ഒരു സാഹിത്യ സൃഷ്ടി എന്ന നിലയ്ക്കും കാലത്തെയും ദേശത്തെയും അതിജീവിച്ചുകൊണ്ട് ഈ കൃതി അല്ലെങ്കിൽ ഈ കാവ്യം ഇന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എങ്ങനെ മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു എന്ന് ചോദിച്ചതുപോലെ തന്നെ ഇന്നും സ്വാധീനിക്കുന്നു എന്നുള്ളത് തന്നെ അതിന്റെ മൂല്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മുടെ നിത്യനിദാന ജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം വേറെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കഥാ തന്തു വേറെ ഉണ്ട് എന്ന് പറയുകയ്യ. അങ്ങനെ പറയുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പുതിയതായിട്ടൊരു കാര്യം പറയാനെന്ന് തോന്നുന്നത്, രാമായണത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രയോഗമുണ്ട്, സുഗ്രീവാജ്ഞ. എന്താണ് സുഗ്രീവാജ്ഞ എന്ന് പറഞ്ഞാൽ അലംഘനീയമായ നിർദ്ദേശം. അതാണ് സുഗ്രീവാജ്ഞ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ കർക്കശമായ നിർദ്ദേശങ്ങൾ, അത് അതുപോലെ തന്നെ പാലിക്കേണ്ടി വരും. അങ്ങനെ ഒരു സന്ദർഭം രാമായണത്തിലുണ്ടായി. സുഗ്രീവന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകുകയുണ്ടായി. അതാണ് അങ്ങനെ ഒരു പ്രയോഗം പിന്നീട് നമ്മുടെ ജീവിതത്തിലും സംസാര ഭാഷയിലൊക്കെ വരാൻ കാരണം. രാമായണത്തിലെ സന്ദർഭം എന്ന് പറഞ്ഞാല് ബാലി നിഗ്രഹത്തിന് ശേഷം സീതാ അന്വേഷണത്തിനു വേണ്ടി തന്റെ രാജ്യവും തന്റെ പ്രജകളായ വാനരന്മാരെയും എല്ലാം ഉപയോഗിച്ച് സീതയെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് സുഗ്രീവൻ രാമന് വാക്കുകൊടുത്തിരുന്നു. പക്ഷേ രാജ്യം ലഭിച്ച് സുഗ്രീവൻ സുഖലോലുപനായിട്ട് കഴിയുമ്പോൾ ഒരല്പം അശ്രദ്ധ ഉണ്ടാവുകയും സീതാന്വേഷണത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്താതിരിക്കുകയും ചെയ്തപ്പോൾ ലക്ഷ്മണൻ കോപത്തോടുകൂടി സുഗ്രീവനെ സമീപിച്ചു. അപ്പോഴേക്കും സുഗ്രീവന് കാര്യം മനസ്സിലാകുകയും സുഗ്രീവൻ അതിന്റെ ഗൗരവത്തോടുകൂടി തന്നെ സീതാന്വേഷണത്തിന് വേണ്ട നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ സുഗ്രീവൻ കൊടുത്ത നിർദ്ദേശങ്ങളാണ് സുഗ്രീവാജ്ഞ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ സംജ്ഞയ്ക്കുള്ള കാരണം. സുഗ്രീവൻ കൊടുത്ത നിർദ്ദേശം, നിങ്ങൾക്ക് 30 ദിവസത്തെ സമയമുണ്ട്. 30 ദിവസത്തിനുള്ളിൽ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു വരണമെന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മരണമാണ് അതിനുള്ള ശിക്ഷ, വധമാണ് അതിനുള്ള ശിക്ഷ. അത്രയും കർശനമായൊരു നിർദ്ദേശമാണ് സുഗ്രീവൻ കൊടുത്തത്. ആ സന്ദർഭത്തില് അദ്ദേഹത്തിന് അത്രയും കർശനമായ നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കാര്യത്തിന്റെ ഗൗരവം അത്രയും ഉണ്ടായിരുന്നു. രാമനാണെങ്കിൽ സീതയെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിലിരിക്കുക, ഉറ്റസ്നേഹിതനാണ്. അതുപോലെ സുഗ്രീവനാണെങ്കിൽ ഒരു വാക്കുകൊടുത്ത് പാലിക്കാൻ അല്പം അശ്രദ്ധ കടന്നുകൂടി. അത്തരം സന്ദർഭത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് സമയാധിഷ്ഠിതമായി കൃത്യമായി തീർക്കണമെന്ന് വരണമെന്നുണ്ടെങ്കിൽ കർശനമായ നിർദ്ദേശങ്ങൾ കർക്കശത്തോടു കൂടിയിട്ട് തന്നെ പറയേണ്ടി വരും. അതിനാണ് നമ്മൾ സുഗ്രീവാജ്ഞ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കാം. അച്ഛൻ മകനോട് പറയുമ്പോൾ, മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനോട് പറയുമ്പോൾ, ഭരണാധികാരി മറ്റുള്ളവരെ പ്രജകളോട് പറയുമ്പോഴൊക്കെ കാര്യത്തിന്റെ ഗൗരവത്തിനനുസരിച്ചിട്ട് നമുക്ക് കർശനമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും. ആ ഒരു പാഠമാണ് സുഗ്രീവാജ്ഞ എന്നുള്ള ഒരു പ്രയോഗത്തിൽ നിന്ന്, രാമായണത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അത് അത്തരം കാര്യങ്ങൾ വരുമ്പോഴെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണമായ അച്ഛനോ ആരെങ്കിലും നമ്മളോട് കർശനമായിട്ട് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ ആ നിർദ്ദേശം തന്ന വ്യക്തിയോടല്ല നമ്മൾ അദ്ദേഹം കർശനക്കാരനാണെന്നല്ല തോന്നേണ്ടത്. അവിടെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയാണ് നമ്മൾ വേണ്ടത്. ആ കാർക്കശ്യം മരുന്ന് ചെയ്തു തീർക്കാനുള്ള അല്ലെങ്കിൽ നേടേണ്ട കാര്യത്തിന്റെ ഗൗരവത്തെയാണ് കാണിക്കുന്നത്. അത്രയും മനസ്സിലാക്കാൻ രാമായണത്തിൽ നിന്ന് നമുക്ക് രാമായണം അങ്ങനെ പാഠം നമുക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.
എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. താങ്ക് യു. പിബരേ രാമരസം. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു നൂനം. ദേവകളോടും കമലാസനനോടും ഭവാൻ. ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ. ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. സാരസാനന സകലേശ്വര ദയാനിധേ, ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേനാനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായാന്തനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ. തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ. നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും. നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നും. ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും. വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും. താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല
പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾപ്പുമാനുണ്ടായിരെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ പിന്നീടും ചരാചരലോകങ്ങളാകുന്നതും. ദേവമാനുഷതിര്യഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖ പൂർണമായുണ്ടായി വന്നു. ത്വന്മയാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും. ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യനയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യായ വിദ്യയെന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളേന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വദ്ഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വദ്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മരാമ കാരുണ്യാമൃതസിന്ധോ. എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവാൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പ
വർദ്ധിപ്പിച്ചിടുമാത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വദ്ഭക്തന്മാരായി നിവൃത്ത അഖിലം കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതത്പരന്മാരായി ശിഷ്ടാചാരൈക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരാൾ ഏകാന്തേ ശമദയ സാധനയുക്തന്മാരായി സാധുക്കളവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസീ ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വദ്ഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വദ്ഭക്തന്മാരിലുമെന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മമിന്നുമൽ ക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതുമിന്നേത്രവും. സീതയോ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രവം തോന്നേണം ദയാംബുധേ. കുംഭസംഭവ നീതി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നാം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസ വധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെയ്യുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടനനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്ര സാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ സമസ്കരിച്ച ഗസ്ത്യ പാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും
പ്രീത്യാ ജനകിയോടും എഴുന്നള്ളിയിടും നേരം. ജടായു സംഗമം. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രക്ഷസാം പ്രവരനിക്കിടക്കുന്നതു മുനിഭക്ഷകവൻ ഇവനെ നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകൊല്ല. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ലഹം തവ താതന്നു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായാശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ. സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം. കിങ്കരപ്രവരനായി വാഴുകമേൽ ഭവാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. പിബരേ രാമരസം. എല്ലാവർക്കും നമസ്കാരം. പിബരേ രാമരസം രാമായണ കഥയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ വിഭീഷണനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആരാണ് ഈ വിഭീഷണൻ? വിഭീഷണൻ ശ്രീരാമൻ്റെ ഗദയുടെ അവതാരം ആയിട്ടാണ്, മഹാവിഷ്ണുവിൻ്റെ ഗദയുടെ അവതാരമായിട്ടാണ് കരുതപ്പെടുന്നത്. പുലസ്ത്യ മഹർഷിയുടെയും വിശ്രവസിൻ്റെയും കൈകേശിയുടെയും പുത്രനായി ജനിച്ച വിഭീഷണൻ ലങ്കാധീശനായ രാവണൻ്റെയും കുംഭകർണൻ്റെയും ശൂർപ്പണഖയുടെയും സഹോദരനാണ്, ഇളയ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ശാരമ, മക്കളായ ധരണിസേന, നില എന്നീ ആൺമക്കളും സാനന്ദ, ത്രിജട, അതിലിന എന്നീ പെൺമക്കളും അദ്ദേഹത്തിൻ്റെ മക്കളാണ്. പുലസ്ത്യ കുടുംബത്തിൽ ജനിച്ച വിഭീഷണൻ താൻ അസുരജന്മത്തിലാണെങ്കിലും താനൊരു ബ്രാഹ്മണനാണ് എന്ന് വിശ്വസിച്ചു പോരുന്നതാണ്. അതുകൊണ്ട് കുലീനമായ ഒരു ജീവിതമാണ് വിഭീഷണനും കുടുംബവും പുലർത്തിപ്പോന്നിരുന്നത്. വിഭീഷണൻ്റെ എല്ലാ ചെയ്തികളും മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയും മഹാവിഷ്ണുവിൻ്റെ ഭക്തിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. സീതാപഹരണത്തെ തുടർന്ന് ലങ്കയിൽ നിന്നും നിഷ്കാസിതനായ വിഭീഷണൻ നേരെ ശ്രീരാമപാദത്തിങ്കൽ അഭയം തേടുകയും ശ്രീരാമനോട് രാവണൻ്റെ എല്ലാ ദുശ്ചെയ്തികളെപ്പറ്റിയും നേടിയ വരങ്ങളെപ്പറ്റിയും അമരത്വത്തെപ്പറ്റിയും മനുഷ്യനല്ലാതെ വേറൊരാളിൽ നിന്നും തനിക്ക് മരണമില്ലെന്നുള്ള കാര്യം അറിയാവുന്നതും അതേമാതിരി ഇന്ദ്രജിത്തിൻ്റെ മായായുദ്ധങ്ങളെപ്പറ്റിയും അദ്ദേഹം മറ്റ് രാക്ഷസന്മാരുടെ യുദ്ധപ്രാവീണ്യത്തെപ്പറ്റിയും എല്ലാം ശ്രീരാമനോട് വർണ്ണിച്ചു. അവസാനം ശ്രീരാമൻ രാവണനെ വധിക്കുമെന്ന് ശപഥം ചെയ്യുകയും വിഭീഷണനെ ലങ്കാധീശനായി വാഴിക്കുകയും ചെയ്തു, അഭിഷേകം ചെയ്യുകയും ചെയ്തു. യുദ്ധത്തിനിടയിൽ പരാജയഭീതി പൂണ്ട രാവണൻ ഇന്ദ്രജിത്തിനോടുകൂടി ചേർന്ന് അദ്ദേഹം പുലസ്ത്യ മഹർഷിയുടെ കുലദേവതയായ നികുംബലാദേവിയെ പൂജ ചെയ്യാനൊരുങ്ങി. വളരെ രഹസ്യമായ ക്ഷേത്രത്തിൽ, നികുംബലാദേവിയുടെ ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യുന്ന പൂജയിൽ യുദ്ധം ജയിക്കുവാനുള്ള പൂജയായിരുന്നു അത്. വളരെ രഹസ്യമായാണ് ആ പൂജ നടത്തി വന്നിരുന്നത്. അത്
ചാരന്മാല അറിഞ്ഞ വിഭീഷണൻ ലക്ഷ്മണനോട് കൂടി ചേർന്ന് ആ യാഗം മുടക്കുകയും ഇന്ദ്രജിത്തിനെ വധിക്കാൻ സഹായിക്കുകയും ചെയ്തു. അതുകൂടാതെ ഞാവൽ മരച്ചോട്ടിലിരുന്ന തപസ് മുടക്കുകയും ആ തപസ് പൂർണ്ണമായിരുന്നുവെങ്കിൽ മരിച്ചുപോയ എല്ലാ രാക്ഷസന്മാരും തിരിച്ചു വരാനുള്ള സാധ്യതയും അതിലുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധം ജയിക്കാൻ പ്രയാസമാകുമായിരുന്നു. ശരിക്കും വിഭീഷണൻ്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ ശ്രീരാമന് രാവണനെയും ഇന്ദ്രജിത്തിനെയും വധിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. എന്തായാലും യുദ്ധം ശുഭപര്യവസായി അവസാനിച്ചു. ശ്രീരാമൻ തൻ്റെ മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം വിഭീഷണനെ രഹസ്യമായി കാണിക്കുകയും അദ്ദേഹം ചിരഞ്ജീവിയാണെന്നും ഈ കലിയുഗ അവസാനം വരെ ജീവിച്ചിരിക്കുമെന്നും ധർമ്മത്തിനും നീതിക്കുമായി ഈ കലിയുഗ അവസാനം വരെ രാജ്യം ഭരിക്കണമെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അതേമാതിരി രാവണപത്നിയായ മണ്ഡോദരിയെ സംരക്ഷിക്കണമെന്നും സൂര്യവംശത്തിൻ്റെ കുലദേവതയായ രംഗനാഥനെ പൂജിക്കണമെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. വളരെ വിഭീഷണൻ എന്ന കഥാപാത്രം രാമായണത്തിലെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. തീർച്ചയായും എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിബരേ രാമരസം രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എൻ്റെ രാഘവിലോലനെ കണ്ടോ രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എൻ്റെ രാഘവിലോലനെ കണ്ടോ ആരണ്യകാണ്ഡത്തിലൂടെ എന്നെ ആരാധ്യദേവൻ തിരഞ്ഞു ആരണ്യകാണ്ഡത്തിലൂടെ എന്നെ ആരാധ്യദേവൻ തിരഞ്ഞു നീറുന്ന ചിന്തകളോടെ എൻ്റെ ശ്രീരാമദേവൻ തിരഞ്ഞു നീറുന്ന ചിന്തകളോടെ എൻ്റെ ശ്രീരാമദേവൻ തിരഞ്ഞു രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എൻ്റെ രാഘവിലോലനെ കണ്ടോ ശിംശിപ്പവൃക്ഷച്ചുവട്ടിൽ ഓരോ ദുഃഖവുമായി ഞാനിരിപ്പൂ ശിംശിപ്പവൃക്ഷച്ചുവട്ടിൽ ഓരോ ദുഃഖവുമായി ഞാനിരിപ്പൂ ഗാനാമൃതം പകർന്നേകൂ നിന്റെ ഗാനത്തിലെന്നെ ഉറക്കൂ ഗാനാമൃതം പകർന്നേകൂ നിന്റെ ഗാനത്തിലെന്നെ ഉറക്കൂ രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എൻ്റെ രാഘവിലോലനെ കണ്ടോ എൻ്റെ രാഘവിലോലനെ കണ്ടോ പിബരേ രാമരസം
പിബരേ രാമരസം രസനേ പിബരേ രാ